ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ 2 വെങ്കല മെഡൽ നേടിയ മനു ബേക്കർ തിരിച്ച് ഇന്ത്യയിലെത്തി എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ആദ്യമായി ചെന്ന് കണ്ടത് ആരെയാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ, ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണാൻ, അതുമല്ലെങ്കിൽ കേന്ദ്ര സ്പോർട്സ് മന്ത്രി മൻസുഖ് മാണ്ഡവിയെ കാണാൻ? ഇവരെ ആരെയുമല്ല. എയർപോർട്ടിൽ നിന്നിറങ്ങി മനു ബേക്കർ നേരെ പോയത് ആരുടെ വീട്ടിലേക്കാണെന്ന് അറിയണ്ടേ? അതിനുശേഷമുള്ള 2 ദിവസങ്ങളിൽ കണ്ടത് ആരെയാണെന്ന് അറിയണ്ടേ? ഇന്ത്യയിലെത്തി എയർപോർട്ടിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അതേ ദിവസം തന്നെ മനു ബേക്കർ നേരെ പോയത് 10 ജൻപത്തിലെ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്കാണ്. ഒന്ന് ഓർത്തു നോക്കണം, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് പോലും ചെല്ലുന്നതിന് മുൻപ് നേരെ സോണിയാഗാന്ധിയുടെ വസതിയിലെത്തി സോണിയാഗാന്ധിയുടെ അനുഗ്രഹം വാങ്ങുക. അതിന്റെ ചിത്രങ്ങളാണ് ഇവ. സോണിയാഗാന്ധിയുമായി അരമണിക്കൂറോളം സംസാരിക്കുകയും അവരുടെ അനുഗ്രഹം വാങ്ങുകയും ചെയ്ത ശേഷമാണ് മനു മടങ്ങിയത്. സോണിയാഗാന്ധിയെ കണ്ട ശേഷം അവരുടെ വീട്ടിൽ നിന്നും മനു ബേക്കർ യാത്രയാകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇവ. ഗോദി മീഡിയ ANI അവരോട് പ്രതികരണം ആരാഞ്ഞെങ്കിലും ഒരൊറ്റ വാക്കുപോലും സംസാരിക്കാൻ തയ്യാറാകാതെ കാറിന്റെ ഗ്ലാസ് ചില്ല് പൊക്കി അവിടെ നിന്നും മടങ്ങുകയാണ് ഉണ്ടായത്. അതിനുശേഷം പിറ്റേ ദിവസം മനു ബേക്കർ കുടുംബസമേതം പോയത് കോൺഗ്രസ് നേതാവും ഹരിയാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുമായ ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ വീട്ടിലേക്കാണ്. അവിടെ ഒരു BJP മുഖ്യമന്ത്രിയുണ്ട്, പക്ഷേ അദ്ദേഹത്തെ കാണാൻ പോയില്ല. ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ വീട്ടിൽ ഒറ്റയ്ക്കല്ല, കുടുംബസമേതമാണ് മനു ബേക്കർ എത്തിയത്. ഭൂപീന്ദർ സിംഗ് ഹൂഡയും ദീപേന്ദർ ഹൂഡയും ഫാമിലിയുമായി വളരെ നേരം സംസാരിക്കുകയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും മധുരം പങ്കുവയ്ക്കുകയും ചെയ്യുന്നതിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ ഇതാ. അതിന്റെ പിറ്റേ ദിവസം മനു ബേക്കർ തന്റെ കോച്ചായ ജസ്പാൽ റാണയോടും തന്റെ മൊത്തം കുടുംബത്തോടുമൊപ്പം രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ ഓഫീസിൽ പോയി കാണുന്നു. ഇവിടെ മറ്റൊരു കാര്യം, 1994 ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗ് ഗോൾഡ് മെഡൽ നേടിയ ആളാണ് മനുവിന്റെ കോച്ചായ ജസ്പാൽ റാണ. അന്ന് ജസ്പാൽ റാണ രാഹുൽ ഗാന്ധിയെ സന്ദർശിച്ചതിന്റെ ചിത്രമാണ് ഇത്. 30 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ തന്റെ പ്രിയ ശിഷ്യയുമായി അവരുടെ കുടുംബത്തോടൊപ്പം തന്റെ പ്രിയ സുഹൃത്തിന്റെ അടുക്കലേക്ക് എത്തിയിരിക്കുകയാണ് ജസ്പാൽ റാണ. രാഹുൽ ഗാന്ധി വളരെ ഹാർദവമായി അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുമായി മധുരം പങ്കുവയ്ക്കുകയും വളരെ നേരം സ്പോർട്സും ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയും ജസ്പാൽ റാണയും കുറച്ചുനാൾ ഒരുമിച്ച് സെന്റ് സ്റ്റീഫൻസിൽ ഉണ്ടായിരുന്നതാണ്. അതിനുശേഷം രാഹുൽ ഹാർവാർഡിൽ അഡ്മിഷൻ കിട്ടി പഠിക്കാൻ പോവുകയാണ് ഉണ്ടായത്. അതുപോലെ അധികമാർക്കും അറിയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധി ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യൻ ആയിരുന്നു എന്നുള്ളത്. ഡൽഹിയിൽ വെച്ച് നടന്ന 32ാം ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ 25 മീറ്റർ സെന്റർ ഫയർ റൈഫിൾ ഇനത്തിൽ 1ാം സ്ഥാനത്ത് എത്തിയ ആളായിരുന്നു രാഹുൽ ഗാന്ധി. എന്തുകൊണ്ടാണ് മനു ബേക്കർ ഈ കോൺഗ്രസ് നേതാക്കളെ കാണാൻ ആദ്യം പോയത്? അതും വിമാനത്താവളത്തിൽ നിന്നും ഇറങ്ങി നേരെ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് പോകാൻ എന്താണ് കാരണം? നരേന്ദ്രമോദിയെ കാണാൻ പോയില്ല, അമിത്ഷായെ കാണാൻ പോയില്ല, സ്പോർട്സ് മന്ത്രിയെ പോലും കാണാൻ പോയില്ല. പക്ഷെ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും കുടുംബസമേതം കോച്ചിനോടൊപ്പം ചെന്ന് സന്ദർശിച്ചു. BJP നേതാക്കളായ ജ്യോതിരാദിത്യ സിന്ധ്യ, നിതിൻ ഗഡ്കരി, രാജ്നാഥ് സിംഗ് എന്നിവരെയും മനു ബേക്കർ അതിനുശേഷം കണ്ടിരുന്നു. മറ്റു BJP നേതാക്കളെയും വരും ദിനങ്ങളിൽ കാണുമെന്ന് ഉറപ്പാണ്. എന്നാൽ ആദ്യം കണ്ടത് രാഹുൽ ഗാന്ധിയുടെ ഫാമിലിയെ. നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 10 വർഷത്തെ ഏകാധിപത്യ ഭരണത്തിൽ ഭയപ്പെട്ട് ജീവിച്ച ഇന്ത്യയിലെ സ്പോർട്സ് താരങ്ങൾ ഇനി ഒരിക്കലും നരേന്ദ്രമോദി എന്ന ഏകാധിപതിയെ ഭയപ്പെടില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണിത്. അതേപോലെ തന്നെ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഇന്ത്യക്കോ ഇന്ത്യയിലെ യുവജനങ്ങൾക്കോ ഇന്ത്യൻ സ്പോർട്സിനോ യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നും തെളിയിക്കുന്നതാണ് ഇത്. അടുത്ത 5 വർഷം ബെർണോളിന് രാജ്യത്ത് വലിയ ഡിമാൻഡ് ആയിരിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അതുകൊണ്ട് ബെർണോൾ ഉണ്ടാക്കുന്ന കമ്പനികളുടെ സ്റ്റോക്കിന്റെ വില കുതിച്ചുയരാൻ വലിയ സാധ്യതയുണ്ട്. കാരണം എല്ലാ മന്ദഭക്തർക്കും എത്ര ബെർണോൾ കിട്ടിയാലും തികയാത്ത കാര്യങ്ങളാണ് രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതും. ഇനി ഒരിക്കലും ഇന്ത്യയിലെ സ്പോർട്സ് താരങ്ങളെയോ ഇന്ത്യയിലെ ജനങ്ങളെയോ ഭയപ്പെടുത്താൻ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അവരുടെ BJP എന്ന ക്ലാനിനും സാധിക്കില്ല എന്നും രാജ്യത്തെ യഥാർത്ഥ നേതാക്കൾ ആരെന്നും അടിവരയിടുന്നതാണ് മെഡൽ നേടിയ ശേഷമുള്ള മനു ബേക്കറിന്റെ ഈ സന്ദർശനങ്ങൾ.